കോൺസോൾ ഡേ ടു സൺസെറ്റ്. നമ്മൾ ഇന്ന് എങ്ങനെ ഒരു പെട്ടി അൺലോക്ക് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ലോക്ക് മറന്നുപോയാൽ അൺലോക്ക് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഇത് തുറന്ന് കിടക്കുവാണ്. നമുക്ക് കറക്റ്റ് ലോക്കായിട്ട് ആദ്യം ഇതിനകത്ത് ഇടാം. എന്നിട്ട് ഇഷ്ടമുള്ളൊരു ലോക്ക്, ഇഷ്ടമുള്ളതെന്നല്ല, വെറുതെ ലോക്ക് ഇങ്ങനെ നമ്മൾ സ്പാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോണിൻ്റെ ടോർച്ച് ഇത് എങ്ങനെ ഓപ്പൺ ആക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഹോളുണ്ട്. അത് നമുക്ക് ഇതേപോലെ പെട്ടി വെച്ചിട്ട് ഈ ലോക്കിൻ്റെ നമ്പർ അടിവശം വരുന്നതിൻ്റെ കൂട്ടാക്കണം. എന്നിട്ട് നമുക്ക് ടോർച്ച് അടിക്കണേ. അതുകൊണ്ട് അടിക്കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. അടിയിൽ കൂടി ഇങ്ങനെ പതുക്കെ തിരിക്കുമ്പോൾ ഒരു ഹോള് വരും. അത് ഫ്രണ്ടിലോട്ടാക്കണേ. ഓക്കെ, ഇപ്പോൾ ഒരു ഹോള് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഹോള് ഫ്രണ്ടിലോട്ടാക്കാവേ. ഓക്കെ, ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഹോളും ഫ്രണ്ടിലോട്ടാക്കാം. ഓക്കെ, എല്ലാ ഹോളും ഇപ്പോൾ ഫ്രണ്ടിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു റാൻഡം നമ്പറാണ് വന്നിരിക്കുന്നത്, 4786. അതൊന്ന് കറക്റ്റ് പൊസിഷൻ ആക്കുക. എന്നിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല. ഒരു നമ്പർ പുറകോട്ട് പോവുക. ഇപ്പോഴും തുറക്കാൻ പറ്റില്ല. പിന്നെയും പുറകോട്ട് പോവുക. എല്ലാ നമ്പറും പുറകോട്ട് പോകണം. പിന്നെയും തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് മുമ്പേ കറക്റ്റായിട്ട് ഹോള് വേണേ. ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കട്ടെ. ഒന്നുകൂടെ കറക്റ്റായിട്ട് ഹോള് ചെയ്തിട്ട് കാണിക്കാം. കറക്റ്റ് ഫ്രണ്ടിൽ വരണം. അടിച്ചു നോക്കിയാലേ അറിയാനും പറ്റത്തുള്ളൂ. ഒരു നടുക്കൊരു ഹോള് വേണം. ഓക്കെ, മൂന്നാമത്തെ നമ്മളിപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. ഇതൊട്ടും സേഫേ അല്ല. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന 586. ഇപ്പോൾ തുറക്കാൻ പറ്റില്ല. ഒരു നമ്പർ പുറകോട്ട് എല്ലാത്തിൻ്റെയും തുറക്കാൻ പറ്റില്ല. ഒരു നമ്പർ എല്ലാത്തിൻ്റെയും പുറകോട്ട് തുറക്കാൻ പറ്റില്ല. ഒരു നമ്പർ പുറകോട്ട് എല്ലാത്തിൻ്റെയും തുറന്നു. ഗൈസ് അപ്പോൾ ഇതൊന്നും സേഫേ അല്ല. ഇതാണ്ട് ഇപ്പോൾ കോഡ് 2532 അത് സേഫേ അല്ല. ആ കോഡ് മാത്രമല്ല, ഏത് കോഡ് വെച്ച് ഇപ്പോൾ സേഫ് അല്ല ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ബൈ ഗൈസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.